ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈസ്റ്ററിൻ്റെ തലേന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മുമ്പ് കഴിച്ചു. ചാർജർ എടുത്തായിരുന്നോ? ചാർജർ എടുത്തോ? അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു വേണ്ട. ഇപ്പോൾ ഒരു സമയം ഒരു 8 മണി 8:30 ആയിട്ടുണ്ട്. ആ സമയത്താട്ടോ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക്. ബ്രഷ് സാധനങ്ങളൊക്കെ എടുത്തു. എന്തൊക്കെ ഉണ്ടായേ? അല്ല, നമ്മൾ പെരുമ്പാവൂർ സൈഡിൽ കൂടെ അല്ലേ പോണേ? എനിക്കിനി ഇങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ അടിച്ചു. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. നമ്മൾ ഫുഡൊന്നും കഴിക്കാതെ കേട്ടോ ഇറങ്ങിയത്. റെഡിയായി എങ്ങ് പോരുകയോ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളിനി ഫുഡൊക്കെ കഴിക്കാനാകുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. പോകാൻ മുതന്നേലും അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി. അപ്പം നമ്മൾ സ്ഥിരം കയറുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെയാണ് കയറി കഴിച്ചത് കേട്ടോ. അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. എന്താ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്ഥിരം കയറാറ്. ഭയങ്കര വെയിലാണ് പുറത്ത്. ഇനി നമുക്ക് ശരിക്കും വീട്ടിൽ പോകുമ്പോൾ ഇവിടം വരെയൊക്കെ തിരക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ പൊതുവെ നമുക്ക് തിരക്കൊന്നും ഉണ്ടാവാറില്ല വഴിയിൽ. അമ്മുവാണ് ഓർത്തത്, ഞാനും ഓർത്തായിരുന്നു. ഞങ്ങൾ ഇന്ന് ഇപ്രാവശ്യം പോകുന്നത് വണ്ണപ്പുറം വഴിയാട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെരുമ്പാവൂർ കോതമംഗലം അങ്ങനെ കൂടിയാണ് പോകാറ്. അപ്പോൾ ഇപ്രാവശ്യം വണ്ണപ്പുറം, ഇപ്പോൾ കുറച്ചായിട്ട് വണ്ണപ്പുറം വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഭയങ്കര തിരക്ക് കുറവാണ്. അപ്പോൾ നല്ല എന്താ പറയുക, ഇങ്ങനത്തെ ഭയങ്കര കാടും റബ്ബറും ഒക്കെയുള്ള ഈ സ്ഥലം വഴി നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു ഞങ്ങളൊരു 12 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കും വീട്ടിലെത്തിയായിരുന്നു കേട്ടോ. ഇപ്പം ഈ നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ ജോസഫ്, ആ സിനിമ ഷൂട്ട് ചെയ്ത ആ ഏരിയ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഇപ്പം ആ സിനിമയെ കാണുന്ന പോലെ ഒന്നുമല്ല. ഇപ്പോൾ ഈ ഭയങ്കര വെയിലും ഒക്കെ ആയിട്ട് അതിൻ്റെ പച്ചപ്പൊന്നുമില്ല. ഇപ്പോൾ ചെറുതായിട്ടൊരു കരിഞ്ഞ് എന്താ പറയുക, പുല്ലൊക്കെ ഭയങ്കര ചൂടടിച്ച് അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. ഇതുണ്ട്, ഭയങ്കര വളവാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര കയറ്റവും ഒക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്കതൊരു ഇറക്കമായിരിക്കും. അപ്പം ഇവിടെയൊക്കെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. വണ്ടി പതുക്കെ പോകുന്നതെങ്കിലും നമുക്കങ്ങ് കയറി പോകാൻ പറ്റും. പിന്നെ ഇങ്ങനെ ബസ്സോ KSRTC അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ പിന്നെയും സ്ലോ ആവുന്നത്. എന്നാലും പക്ഷെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല പൊതുവേ ഇവിടെയൊന്നും. ഇതാട്ടോ ഞാൻ ആ പറഞ്ഞ സ്ഥലം. ഇവിടെയൊക്കെയാണ് മറ്റേ ആ സിനിമയിലെ ജോസഫ് സിനിമയിലെ ആ പാട്ടിൻ്റെ ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇതെവിടെയാ? ഓടല്ലേ അതെ.
പൈപ്പ് എടുത്ത് കൊണ്ടുവച്ച് വെച്ച് പൈപ്പ് എടുത്ത് വെച്ച് പിടിച്ചിരിക്കുന്നു കുരങ്ങിനെ പോലെ അതും ആ കയ്യിലിരിക്കണ പിഞ്ച് അത് കഴിക്ക അത് ആ വൈറ്റ് കളറുള്ള അത് കഴിക്കാം കഴിക്കാം പക്ഷെ അതായിട്ടില്ല പാകമായിട്ടില്ല. അമ്മ തിരിഞ്ഞു നടക്ക്. ആ ഒന്നുമില്ല പൊക്കോ. റൂബന്റെ പുറകെ അങ്ങ് പൊക്കോ. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഈർജുവിനെ പോലെ തന്നെ അമ്മു. മതി വാ കേറി വാ മതി. ഇതിനകത്ത് ഇല്ല മോനെ പഴുത്തതൊന്നുമില്ല. ഇല്ലടി അങ്ങോട്ടേക്ക് ഇട്ടായിരുന്നോ? വെള്ളയാല മൊത്തം ഇറങ്ങി വഴിക്ക് തന്നെ ഇതിലെങ്ങനെ വാ. ആ പൊക്കോ. റൂബന്റെ കൂടെ അങ്ങ് നടന്നമ്മോ.
അടിച്ചതാ